15ാം ഞായറാഴ്ചയിലെ അന്തോണിയൻ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നയന പി വില്ലിംഗ്ടൺ. ഞാൻ നേഹ പി വില്ലിംഗ്ടൺ. ഈ ഞായറാഴ്ചയിലെ പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് കോട്ടപ്പുറം രൂപതയുടെ 3 വർഷം നീണ്ടു നിൽക്കുന്ന റൂബി ജൂബിലിയുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ലോഗോ പ്രകാശനം നമ്മുടെ തിരുഹൃദയ ദേവാലയത്തിൽ തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ദിവ്യബലിക്ക് വായനയും കാഴ്ചവെപ്പും അതുപോലെ ദൈവിക ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പരിപാടികൾ സമ്മാനിച്ചത്. ഈ വരുന്ന ഞായറാഴ്ച മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ അയക്കുന്നതാണ് പ്രതിപാദിക്കുന്നത്. നമ്മുടെ ജീവിതം പൂർണ്ണമായി ദൈവത്തിലേക്ക് അർപ്പിക്കാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ലോകത്തിന്റെ മായാജാലങ്ങളിൽ വീഴാതെ അവയിൽ നിന്ന് പൂർണ്ണമായി ഒരു വിടുതലാണ് നാം ആഗ്രഹിക്കേണ്ടത് എന്ന കാര്യം സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഈ വരുന്ന ഞായറാഴ്ച KCYM യുവജനദിനമായി ആചരിക്കുകയാണ്. സഭയുടെ വളർച്ചയിൽ ദൈവജനത്തിന് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് പങ്കാളിത്തം വളരെ വലുതാണ്. യുവജനങ്ങളുടെയും വിദ്യാഭ്യാസപരവും തൊഴിൽപരവും സാമൂഹികവും ആത്മീയവുമായ സമഗ്ര വളർച്ചയാണ് KCYM ലക്ഷ്യം വെക്കുന്നത്. ഈ ഞായറാഴ്ച ദിവ്യബലിക്ക് വായനയും കാഴ്ചവെപ്പും മറ്റു പരിപാടികൾക്കും നേതൃത്വം നൽകുന്നത് നമ്മുടെ ഇടവകയിൽ യുവജനങ്ങളാണ്. അവർ വളരെ വലിയ സസ്പെൻസുമായി നമ്മെ കാത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ എപ്പിസോഡിൽ മഹത്തായ പാരമ്പര്യമുള്ള കോട്ടപ്പുറം രൂപതയിലെ സെന്റ് മൈക്കിൾ കത്തീഡ്രലിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചാലോ? വിശുദ്ധ തോമസ് അപ്പസ്തോലനാൽ സ്ഥാപിതമായ ആദ്യകാല 7 പള്ളികളിൽ ആദ്യ ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടത് ഇവിടെയാണ്. വിശുദ്ധ തോമസ് അപ്പസ്തലന്റെ നാമധേയത്തിലുണ്ടായ പഴയ ദേവാലയത്തിന്റെ ഓർമ്മ ഉണർത്തുന്നതാണ് സെന്റ് മൈക്കിൾ കത്തീഡ്രൽ. സ്പെയിൻകാരനായ മിഷണറിമാർ തങ്ങളെ സുരക്ഷിതമായി മലബാറിലെത്തിച്ച വിശുദ്ധ മിഖായേൽ മാലാഖയ്ക്കുള്ള നദിയായി അവിടെ ഉണ്ടായിരുന്ന ജീർണിച്ച ദേവാലയത്തിന്റെ സ്ഥാനത്ത് പണിയിപ്പിച്ചതാണ് പഴയ സെന്റ് മൈക്കിൾ പള്ളി. ഈ ദേവാലയത്തിന്റെ വലത്തുഭാഗത്ത് യഹൂദന്മാർ 5 വണ്ണം, ഇടതുവശത്ത് ചേരമാൻ പറമ്പ്, സെമിത്തേരിയും പരിസരവും ചേർന്ന സ്ഥലം നസ്രാണി ക്രിസ്ത്യാനികൾ വസിച്ചിരുന്ന മണിഗ്രാമം അഥവാ നസ്രാണി തെരുവ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ? അന്റോണിയൻ അപ്ഡേറ്റ്സ് എല്ലാ ശനിയാഴ്ചയും മറക്കാതെ കാണുക. അന്റോണിയൻ അപ്ഡേറ്റ്സ്.